ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ചിക്കൻ വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റിയ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പച്ചക്കറികളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഒരു സവാളയും കാബേജും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ സവാളയും കാബേജും ചോപ്പ് ചെയ്ത് ചേർക്കുക. ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ചോപ്പ് ചെയ്ത് ചേർത്തത്. ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ചേർക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒരു അടപ്പിൻ്റെ പകുതി സോയാ സോസ് ചേർക്കാം. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ചേർക്കാം. ഈ സമയത്ത് വേവിക്കാത്ത ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചിക്കൻ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ കുക്ക് ചെയ്ത ചിക്കൻ ആണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റൈസൊക്കെ. റൈസ് ഉടങ്ങി പോവാത്ത രീതിയിൽ ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ടൈമൊക്കെ അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഇനി നമുക്കിപ്പോൾ റൈസ് എല്ലാം നല്ല രീതിയിൽ ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ടൊമാറ്റോ സോസും ചിക്കനും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.